ഞങ്ങളിന്ന് കാനഡയിലെ ഒണ്ടാരിയോയിലുള്ള ബ്ലൂ മൗണ്ടനിലേക്കാണ് ഒരു എപ്പിക് റോഡ് ട്രിപ്പ് പോകുന്നത്. ഏകദേശം 200ഓളം കിലോമീറ്റർ ഞങ്ങൾക്ക് കവർ ചെയ്യാനുണ്ട്. ഞങ്ങൾ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. വീക്കെൻഡിൽ ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ എല്ലാവരും കൂടി വിചാരിച്ചു എങ്ങോട്ടെങ്കിലും നമുക്ക് കാറെടുത്ത് ഇറങ്ങാം. അങ്ങനെ ഞങ്ങളൊക്കെ തുടങ്ങി നമ്മുടെ യാത്ര. ഇവിടെ തണുപ്പൊക്കെ അങ്ങനെ കുറഞ്ഞ് ഇപ്പോൾ 14 ഡിഗ്രി ആയി. 14 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ ഫസ്റ്റ് ലൊക്കേഷൻ അങ്ങനെ എത്തി. ഇത് നാൻസി ഐലൻഡാണ്. ഐലൻഡിൻ്റെ സൈഡിലൊക്കെ കുറച്ച് മഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. മഞ്ഞിൻ്റെ ഐസ് കട്ടയൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ ഉള്ളത് ചെറിയൊരു ലൈറ്റ് ഹൗസ്, പിന്നെ നല്ലൊരു ബ്രിഡ്ജ്, പിന്നെ നല്ല വിശാലമായിട്ടുള്ള ഈ ഒരു ഐലൻഡ്. തൊട്ടടുത്ത വസാക ബീച്ച് കാണാൻ പോയി ഞങ്ങൾ ഞെട്ടിപ്പോയി. മൊത്തം ഐസ് കൊണ്ട് കവറായിരിക്കുന്നു. അതുകൊണ്ട് ബീച്ചിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. ഓൺ ദ വേ ഗ്രാൻഡ് മാസ് ബീച്ച് സ്ട്രീറ്റ് കണ്ടപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഇവിടെ വണ്ടി ചവിട്ടി. നാടൻ കരകൗശല ഉൽപ്പന്നങ്ങളൊക്കെ അവിടെ നിരത്തി വെച്ചേക്കുന്നത് കണ്ടു. പക്ഷെ ഞങ്ങളതൊന്നും വാങ്ങിക്കാൻ പോയില്ല. ഓൺ ദ വേ ഞങ്ങൾ പോകുമ്പോഴാണ് പിങ്ക് കളർ ബീച്ച് ശ്രദ്ധയിൽപ്പെട്ടത്. വണ്ടി ഉടൻ തന്നെ നിർത്തി. ഇനി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. പാറയിൽ അള്ളി പിടിച്ച് വരുന്നത് എൻ്റെ വൈഫ് പൂജയാണ്. സ്വപ്നക്കൂടിലെ പാട്ട് ആലോചിച്ചുകൊണ്ട് ഞാൻ കൈ മുറുക്കി പിടിച്ചു. അതുലിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച് ഞാനിതൊന്നും അറിയുന്നില്ലേ എന്ന ഭാഗത്തിൽ കാൻഡിഡ് സ്റ്റൈലിൽ നിൽക്കുകയാണ് അദ്വൈത. എൻ്റെ ചെറിയൊരു അഭിനയ ശ്രമം. ഫൈനലി ബ്ലൂ മൗണ്ടൻസിൻ്റെ അരികിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഇവിടെ നൈറ്റ് ലൈഫൊക്കെ അടിപൊളിയാണ്. ഇഷ്ടംപോലെ ബാറും റെസ്റ്റോറൻറ്റും ഒക്കെ തുറന്നിട്ടുണ്ട്. മോസ്റ്റ്ലി ഇവിടെ സ്കീയിങ് ചെയ്യാനാണ് ആൾക്കാരൊക്കെ വരുന്നത്. ഒണ്ടാരിയോയുടെ പല ഭാഗത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട്. പോരാത്തതിന് കാനഡയ്ക്ക് പുറത്തുനിന്നും ആൾക്കാർ ഒത്തിരി വരുന്നുണ്ട് ഇവിടത്തേക്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് വീണ്ടും പുതിയൊരു വ്ളോഗുമായി വീണ്ടും കാണാം. അപ്പം അതുവരെയും ബൈ, സീ യു ഗൈസ്.